ജയറാമിന്റെ പടല്ലേ ഈ സിനിമയ്ക്ക് ഇത്രയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് കാണുന്നുള്ളൊരു കാര്യം ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിക്കുന്ന സമയത്ത് കൗണ്ടറിലിരിക്കുന്ന ഒരു ചേട്ടൻ പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റിയായിരുന്നു. എനിക്കത് കേൾക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയറാം എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന്റെ പടം കാണണോ കാണണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ജയറാം എന്ന് പറയുന്ന സ്റ്റാറിന്റെ ഒപ്പം മറ്റൊരു മെഗാ 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 സ്റ്റാർ വരുന്ന സമയത്ത് ഈ സിനിമ കാണണോ വേണ്ടേ എന്നുള്ളത് ഒന്നും കൂടി ചിന്തിക്കേണ്ടി വരും. അയാളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ സിനിമ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമ തന്നെയാണല്ലേ. കാരണം തമിഴിൽ രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ ഒരു ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലർ വൈബിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് അഞ്ചാം പാതിര തന്നെയാണ്. ആ ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് അതേ ഡയറക്ടറിന്റെ റൈറ്ററിന്റെ ഭാഗത്തുനിന്ന് ഒരു സിനിമ വരുന്ന സമയത്ത് ഈ സിനിമയ്ക്കുള്ള എക്സ്പെക്ടേഷൻ വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഓസ്ലർ എന്ന് പറയുന്ന സിനിമ എക്സ്പെക്ട് ചെയ്യാനായിട്ടൊരു കാരണം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു കാരണമുണ്ട്. കാമിയോ എന്ന് പറയുന്ന ഒരു വാക്ക്. കാമിയോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ തമിഴിലും തെലുങ്കിലൊക്കെ ഒരുപാട് കേട്ടേക്കുന്ന ആളല്ലേ. ഇപ്പോൾ റോളക്സ്, ഇപ്പോൾ LCU സിനിമയിലെ റോളക്സിന്റെ ഒരു എൻട്രി കണ്ടേക്കുന്ന പോലെ മലയാള സിനിമയിൽ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു ആക്ടറെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റോളക്സ് വന്നേക്കുന്ന സമയത്ത് തോക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ആക്ടേഴ്സിന് വെറും ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സീൻ മാത്രം മതി രോമാഞ്ചം ഉണ്ടാകാനായിട്ട്. ഞാൻ അത്രേ പറയാനുള്ളൂ. ഈ സിനിമ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദി കാമിയോ എന്ന് പറയുന്ന ഫാക്ടർ തന്നെയാണ്. ഓസ്ലർ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇമോഷണൽ ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് ഒരു മെഡിക്കോ കില്ലറുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജയറാമിന്റെ കഥാപാത്രം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറയുന്ന ഓസ്ലർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ACP ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ശരിക്കും ഓസ്ലർ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അഞ്ചാം പാതിര രീതിയിൽ തന്നെ കുറേയധികം ക്രൈമുകളും മറ്റൊക്കെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. പക്ഷേ എവിടെയാണ് ഈ സിനിമ അഞ്ചാം പാതിര ടെംപ്ലേറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നുള്ള കാര്യം പറയാണ്ട് പറ്റില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു നോർമൽ പേസിൽ ആസ് യൂഷ്വൽ ഒരു മിഥുൻ മാനുവൽ തോമസിന്റെ ത്രില്ലർ പടങ്ങൾ പോയേക്കുന്ന പോലെ തന്നെ അതേ ഒരു സെയിം ഗ്രാഫ് പിടിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. പ്രത്യേകിച്ച് ഒരു ഗൂസ് ബംസ് വരുന്ന സീനോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു നോർമൽ പടം പോകുന്ന പോലത്തെ ഒരു ഗ്രാഫിലായിരുന്നു സിനിമ പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ ആവുന്നുള്ളൊരു കാര്യം എനിക്ക് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു പറഞ്ഞേക്കുന്ന ടെംപ്ലേറ്റ് തന്നെ വീണ്ടും വേറൊരു രീതിയിൽ വരുന്ന സമയത്ത് വലിയ സർപ്രൈസുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊടുക്കുന്ന സമയത്താണ് ഈ സിനിമ വേറൊരു അന്തരത്തിലോട്ട് പോകണേ. കാരണം എന്താ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് എത്തുന്ന സമയത്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻട്രോ സീൻ ഉണ്ട്. ഇതിനകത്തുള്ള ഒരു ക്രൈം റിവീൽ ചെയ്യുന്ന ഒരു സീൻ വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ വെച്ച് വരുന്നൊരു സീനാണ്. ഈ സീൻ എന്ന് പറയുന്നത് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ അറിയാണ്ടൊന്ന് എഴുന്നേറ്റ് പോകും. ഇദ്ദേഹത്തിന്റെ ഫാനാണ് ഒരാളെന്നുണ്ടെങ്കിൽ എന്തായാലും എഴുന്നേറ്റ് പോകും. ആ ലെവലിലുള്ള ഒരു ഇമ്പാക്ട് വരാൻ പറ്റുന്ന ഒരു സീനാണ് ശരിക്കും ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. മലയാള സിനിമയിലും കാമിയോ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വലിയൊരു തുടക്കമായി കാണുന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. മുമ്പ് 2020 സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഇപ്പം ഈ അടുത്തിടെ വന്നേക്കുന്ന സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറിന്റെ സിനിമയിൽ മറ്റൊരു വലിയ സൂപ്പർ സ്റ്റാർ, ഒരു മെഗാ മെഗാ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വില്ലനിസം കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ എടുക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വെക്കാണ്. കാരണം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഓസ്ലർ സിനിമയാണെങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹീറോയിക് ഷെയ്ഡിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് എന്ത് ക്യാരക്ടർ ആണെങ്കിലും അത് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും എനിക്ക് ഈ മനുഷ്യനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഗംഭീരം മീൻസ് ഇൻ ദ സെൻസ് ഇദ്ദേഹം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഹാഫ് ഇത്രയും നന്നായിട്ട് പോവില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലാഗ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ലാഗാണ്. കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ക്രൈമിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിനകത്ത് ഞാൻ തന്നെ ചിന്തിച്ചു പോയി, ദൈവം ഈ ഒരു ഗ്രാഫിനകത്താണ് ഈ സിനിമ പോകുക. ഒരു അപ്സ്കെയിലിംഗ് ഉണ്ടാവില്ല എന്നൊരു കാര്യം ഞാൻ ചിന്തിച്ചു പോയി. ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളുള്ള ഒരു സിനിമയാണ്. അഞ്ചാം പാതിര പോലെ ഒരു ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു സിനിമയാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാം പാതിരയുടെ അതേ തന്നെ ടെംപ്ലേറ്റിലാണ് ഈ സംഭവം പോകുന്നത്. പക്ഷേ ഒരു മെഡിക്കൽ കില്ലർ ആയിട്ടാണ് ഈ സംഭവം നടന്നു പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ക്രൈമുകളും മറ്റൊക്കെയാണ് നടക്കുന്നത്. ആ ക്രൈമിനുള്ള മോട്ടീവ് ആസ് യൂഷ്വൽ ഇൻ അഞ്ചാം പാതിരയുള്ള ഒരു സ്ട്രോങ് മോട്ടീവ് പോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ഒരു മോട്ടീവ് പറയുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈ കില്ലറിന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നിപ്പോകും. ആ തരത്തിൽ പോകുന്ന ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും ഭയങ്കരமான ട്വിസ്റ്റ് സംഭവങ്ങളൊന്നും നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് തോന്നില്ല. പക്ഷേ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത്, സിനിമയുടെ സെക്കൻഡ് ഹാഫിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു കില്ലിംഗ് രീതികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് സിനിമ ഡിസേർവ്സ് എ ഗുഡ് വാച്ച്. കാരണം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന സിനിമയാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രില്ലർ സിനിമ എന്ന് പറയുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നൊരു കാര്യം പറയാനായിട്ട് പറ്റും. കഴിഞ്ഞിട്ടില്ല രാമ, ഇതൊരു തുടക്കം മാത്രമാണ്. ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കാം മേ ബി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്.
അഞ്ചാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം ആറാം പാതിര വരുന്ന പോലെ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ഓപ്പൺ എൻഡിങ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുടെ ഒരു സെക്കൻഡ് അപ്രോച്ച്, ഒരു സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ സിനിമ അവസാനിച്ചു പോകുന്നത്. സോ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. 99% ആസ് പെർ ദി സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുണ്ടാവോ ഇല്ല എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അത് മിഥുൻ മാനുവൽ തോമസിന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മികച്ച പ്രകടനമായിരുന്നു. എല്ലാവരും പ്രകടനം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജഗദീഷ് ഷെട്ടിക്ക് പ്രകടനം പറയേണ്ടി വരില്ല, ഒരു അടിപൊളിയായിരുന്നു. അവസാനത്തെ ആ ഒരു ഇൻട്രോഗേഷൻ സീലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. ആൻഡ് മൊത്തത്തിൽ അനൂപ് മേനോനെ ആണെങ്കിലും ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ, പ്രത്യേകിച്ചും ജയറാമന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഓസ്ലർ എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താണോ വേണ്ടത്, എങ്ങനെയാണോ ഒരു ക്യാരക്ടർ ഒരു ട്രോമാറ്റിക് സ്ട്രെസ് മറ്റൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് ആ ക്യാരക്ടറിന് കൊടുക്കേണ്ട എല്ലാവിധ ഒരു അഭിനയ ഭാവങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് തോന്നിയത്. കൂടെ നിൽക്കുന്ന 2 പോലീസ് ഓഫീസർ, ഐ മീൻ സെന്തിൽ കൃഷ്ണ ആൻഡ് കൂടെ നിൽക്കുന്ന മറ്റൊരു ലേഡി പോലീസ് ഓഫീസർ കൂടിയുണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ പെർഫോമൻസ് ആണെങ്കിലും നല്ല രസമായിരുന്നു. ഐ മീൻ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് പോകുന്ന സമയത്തുള്ള ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ള രീതിക്കുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുമ്പും ഇവരുടെ ഒരു പെർഫോമൻസ് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് മാറിക്കൂടി ചെയ്തേക്കുന്ന പെർഫോമൻസ് അത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സിന്റെ നല്ല ഒരു പ്രകടനം മറ്റൊക്കെ വെച്ചേക്കുന്ന ഒരു നീറ്റ് ക്രൈം ത്രില്ലർ ആണെന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. എന്റെ റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു എബോവ് ആവറേജ് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. ഒരു പക്ക അഞ്ചാം പാതിര ഒരു ബീജിയത്തിൻ്റെതായിട്ടുള്ള ഒരു പവർ കിട്ടി എന്നുള്ളൊരു കാര്യം ഞാൻ പറയില്ല. ബീജിയം വാസ് ആവറേജ് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയാൻ പറ്റൂ. അഞ്ചാം പാതിരയുടെ ബീജിയം എന്ന് പറയുന്നത് ആ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ ക്രൈം നടക്കുന്ന സമയത്തും ആ ബീജിയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടേക്കുന്ന ആളെ ആ ലെവലിലുള്ള ഒരു സാധനം എനിക്ക് തോന്നിയില്ല. പക്ഷേ എക്സെപ്റ്റ് ദാറ്റ് അത് മാത്രം ഒന്ന് മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എന്തായാലും ഒരു ഗുഡ് വാച്ച് എന്നുള്ള കാര്യം തന്നെ എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ മെഗാ സ്റ്റാറിന്റെ ഫാൻസിന് എന്താണ് ഈ സിനിമ കണ്ട സമയത്ത് തോന്നിയത് എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റ് സൂപ്പർ സ്റ്റാറുകൾ, മറ്റ് വലിയ സൂപ്പർ സ്റ്റാർസ്, എസ്പെഷ്യലി ലാലേട്ടനെ പോലെയുള്ള വലിയ മെഗാ സ്റ്റാർസുകൾ ഇത്തരത്തിലുള്ള ക്യാമിയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് നമ്മുടെ മലയാള സിനിമയിലുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് വരുന്ന ബ്രഹ്മയുഗത്തിന്റെ ടീസറിന്റെ ഐ മീൻ ഫസ്റ്റ് ലുക്കിന്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. 2 മിനിറ്റ് 14 സെക്കൻഡ് ഒരു വീഡിയോ ആണ് വരാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.